കൂട്ടുകാരെ, പ്രകൃതിയുടെ ഗുണങ്ങൾ, പ്രകൃതിയുടെ മേന്മകൾ, അവയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കഥകളും കവിതകളും വായിച്ചാസ്വദിക്കാം, ശാസ്ത്രം ആസ്വദിക്കാം. ഞാൻ ആദ്യം കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് മാക്കാച്ചിക്കഥ. ഇന്നും ഏറ്റവും പ്രസക്തിയുള്ള ഒരു അമ്മൂമ്മ പറഞ്ഞ കഥകളാണ് മാക്കാച്ചിക്കഥ. പിന്നീട് കുട്ടികൾക്കായി 101 പ്രിയ കഥകൾ, അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അവിടെ തീർന്നില്ല, കുട്ടികൾക്ക് കവിതകൾ ആവശ്യമാണ്. കക്കയെക്കുറിച്ചുള്ള 101 പ്രിയ കവിതകൾ. നിങ്ങൾക്കറിയാലോ, കാക്കേ കാക്കേ കൂടെവിടെ കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് ഉള്ളൂർ എഴുതിയ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ 111 പ്രിയ ബാലകവിതകളും എഴുതി. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ എൻ്റെ അവസാനത്തെ ലാസ്റ്റ് പുസ്തകം എൻ്റെ ലോകയാത്രകൾ. എന്തിനാണ് ലോകയാത്രകൾ എന്നറിയുമോ? എൻ്റെ ലോകയാത്രകൾ കുട്ടികളെ കണ്ടുപിടിക്കാൻ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ ഉഗാണ്ട തുടങ്ങി ആസ്ട്രേലിയയിൽ ചെന്നെത്തി നിൽക്കുന്ന അമേരിക്ക അടക്കം ഓസ്ട്രേലിയ അടക്കമുള്ളൊക്കെ യാത്രകളുടെ ഭാഗമായിട്ടുള്ള എൻ്റെ ലോകയാത്രകളാണ് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച പുസ്തകം. ഇന്ന് ലോകത്തെപ്പറ്റി, അവിടുത്തെ കുട്ടികളെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കണ്ട് പഠിക്കാനുണ്ട്. അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ അതിനെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് നമ്മുടെ യാത്രകൾ സഹായിക്കും. അതുമാത്രമല്ല, മാറുന്ന ലോകക്രമത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്തെപ്പറ്റി അറിയാനുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഇന്നലെ അമ്പിളിമാമനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. പിന്നീട് നമ്മൾ സൂര്യനെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും ഒക്കെ പറ്റി പഠിച്ചു. ഇപ്പോൾ പ്രപഞ്ചത്തെപ്പറ്റി പഠിക്കുന്നു, പ്രപഞ്ചങ്ങളെപ്പറ്റി പഠിക്കുന്നു. അടുത്ത യാത്രകൾ ലോകയാത്രകളിൽ ഒതുങ്ങില്ല. പ്രപഞ്ചങ്ങളെ കാണാനുള്ള യാത്രയിലും എത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓരോ രാജ്യത്തും കുട്ടികൾ അവരുടേതായ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഉഗാണ്ടയിലെ അനുഭവങ്ങൾ, പണ്ടേകാധിപതി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കേരളത്തെപ്പോലെ തന്നെ പ്രകൃതിയുണ്ട്, നല്ല മഴ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ മനുഷ്യർ ഈ പട്ടിണിയും ദാരിദ്ര്യം ഇപ്പോഴും തീർന്നിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ ഒരു സ്കൂൾ കുട്ടി ചോദിച്ചു എന്നോട്, ഒരു പെൺകുട്ടി ചോദിച്ചു, ഈസ് ദെയർ ഫാമിൻ ഇൻ യുവർ കൺട്രി എന്ന്. ഞാൻ അവരോട് മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഇപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ട്, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ സന്തോഷം ഈ വരുന്ന നവംബർ മാസത്തിൽ തികച്ചും ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന്. അപ്പോൾ ഓരോ രാജ്യത്തെയും പ്രകൃതി, ഓരോ രാജ്യത്തെയും കുട്ടികൾ, ഓരോ രാജ്യത്തെയും മനുഷ്യർ, ഇവരെയൊക്കെ കണ്ടു പഠിക്കാനുള്ള നമ്മുടെ യത്നം മനുഷ്യൻ എത്ര സുന്ദരമായ പദത്തിലേക്ക് എന്ന് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. എൻ്റെ ലോകയാത്രകളിൽ മനോഹരമായ ഒട്ടേറെ കാഴ്ചകളുണ്ട്. ഇത് ഓസ്ട്രേലിയയിലെ ആദിവാസികളെ ഒരു സംഗീതം ഞാനൊന്ന് അവരോടൊത്ത് മൈക്കലിനോടൊത്ത് പരിശോധിച്ച് നോക്കിയതാണ്. അവിടെയും എത്തി നിൽക്കുന്നില്ല. ഒട്ടേറെ കാഴ്ചകൾ മലേഷ്യയിലും ഒട്ടേറെ കാഴ്ചകൾ വിയറ്റ്നാമിലും ഒക്കെ കണ്ടു പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും
ആ രാജ്യത്തിൻ്റെ ചരിത്രവും നോക്കി കണ്ടുപഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരാൻ അധ്യാപകരെയും കുട്ടികളെയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വായനയിൽ ആരംഭിക്കുമ്പോൾ, നിങ്ങളുടെ എഴുത്ത് തുടരുമ്പോൾ, നിങ്ങൾ വിശാലമായ പ്രപഞ്ചങ്ങളെ സ്വപ്നം കാണുമ്പോഴൊക്കെ തന്നെ യാത്രകളുടെ പ്രാധാന്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ, നാട്ടിലും മറ്റു രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടണം. നിങ്ങൾ ഈ ലോകത്തെ മനസ്സിലാക്കണം, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കണം, പ്രപഞ്ചങ്ങളെ മനസ്സിലാക്കണം എന്നാണ് യാത്രികൻ, കുട്ടികളുടെ കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ ഇതിനോട് പ്രതികരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കൂടുതൽ എഴുതണം.